ഹലോ, വെൽക്കം ടു സിഗ്നാസ് വേൾഡ്. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. നമ്മളിന്ന് ഖത്തറിൽ നിന്നും സൗദി വഴി നമ്മൾ ദുബായിക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവരും വളരെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഇതാ ഇവിടെ വണ്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ബാഗും സാധനങ്ങളും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടികളൊക്കെ പാക്ക് ചെയ്ത് ഇതാ നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഖത്തറിലൂടെയാണ്. ഖത്തറിലെ സൽവാ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ രണ്ട് സൈഡിലും ലൈറ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സൽവാ റോഡ് വഴി പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിന്റെയും സൗദിയുടെയും ബോർഡറായ അബുസാമറ ബോർഡറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര നമുക്കുണ്ട്. ഒരു 92 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം. അപ്പോൾ ബോർഡറിലേക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം കുറച്ച് ബിൽഡിംഗ് ഒക്കെ കണ്ടെങ്കിലും ഇപ്പോൾ ദാ ഒന്നും കാണുന്നില്ല. രണ്ട് സൈഡിലും മരുഭൂമി പോലെ അല്ലെങ്കിൽ മണ്ണ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ ഭൂസാമ്ര എന്നുള്ള ബോർഡൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭൂസാമ്ര ബോർഡറിലേക്ക് പോവാണ് യാത്ര. അങ്ങനെ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് സൈഡിലൊന്നുമില്ല, ലൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് യാത്രയ്ക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്ക് കുറവുള്ള ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ദാ അത്യാവശ്യം തിരക്കൊന്നും ഇല്ല. അങ്ങനെ പോയി ഞങ്ങളിവിടെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഭൂസാമ്ര ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഖത്തറിന്റെ ബോർഡറാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പാസ്പോർട്ട് വിസ ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഖത്തറിന്റെ ഭൂസമ്ര ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തേക്കാണ്. ഇപ്പൊ നമ്മൾ പോകുന്നൊരു സ്ഥലം കണ്ടോ, ശ്രദ്ധിച്ചോളൂ. ഇതാണ് സൗദി ഖത്തറിന്റെ മെയിൻ ഭാഗം. കടന്നാ കടന്ന് ഇതാണ് കടന്ന് സൗദി. ഞങ്ങളും കടന്നു, സൗദി കടന്നു. എന്താ അങ്ങനെ നമ്മൾ സൗദി ബോർഡറൊക്കെ കടന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗദിയുടെ ബോർഡറായ സൽവ ബോർഡറിലേക്കാണ്. ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടെ നിന്നും സൽവ ബോർഡറിലേക്ക് ഉള്ളത്. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സൽവ പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ കാണുന്നതാണ് സൽവ ബോർഡർ, സൗദിയുടെ ബോർഡറാണ്. അപ്പൊ നമ്മൾ ഇതുകൂടെ കടന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ശരിക്കും സൗദി അറേബ്യ നമ്മൾ അലൗഡ് ആവുള്ളൂ. അപ്പൊ ഇവിടെ എത്തി. ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ, വിസ എല്ലാം നമ്മളവിടെ കാണിക്കണം. പിന്നെ എന്താ പറയുക, നമ്മുടെ വണ്ടിയൊക്കെ അവർ ചെക്ക് ചെയ്യും. നമുക്ക് വേണ്ട സ്കാനിങ്ങും, നമ്മുടെ വണ്ടിയുടെ സ്കാനിങ്, നമ്മുടെ കയ്യിലുള്ള ബാഗ് എല്ലാം അവർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ഫിംഗറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഫിംഗർ പ്രിന്റ് ഒക്കെ അവരെടുക്കും. അപ്പൊ അതിനുള്ള ഓഫീസാണ് ഈ കാണുന്നത്. അങ്ങനെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവനെ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഓരോ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സൗദി വിസയ്ക്കായിട്ട് നമുക്ക് വരുന്നത് 397 ഖത്തർ റിയാലാണ്. അത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് കേട്ടോ. വിസ 1 വർഷത്തേക്കുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ബോർഡറിന്റെ സൈഡിലൊക്കെ ഓരോ ഇതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ. അവിടെ എന്താ വെൽക്കം ടു സൽവ പോർട്ട്, അതുപോലെ തന്നെ വെൽക്കം ടു സൗദി അറേബ്യ, അങ്ങനെയുള്ള ഒരുപാട് ലൈൻസ് ഒക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് പോകുമ്പോൾ കാറിന്റെ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ കാർ ഇൻഷുറൻസ് എടുക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാർ ഇൻഷുറൻസ് ഒരാഴ്ചത്തേക്ക് 120 ഖത്തർ റിയാലാണ് വരിക കേട്ടോ. അപ്പോൾ അവിടെ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ക്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ സൗദിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പം അത്യാവശ്യം ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ സൗദിയിലേക്ക് കടന്നു. വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലെ ഇരുട്ടുള്ള ഭാഗത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ രണ്ട് സൈഡിലും കുറച്ച് ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ, ബോർഡറിൽ നിന്ന് കുറച്ച് ദൂരം പോകുന്നപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ ലൈറ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വളരെ കുറവാണ് സൗദി ബോർഡറിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ പിന്നെ റോഡാണെങ്കിലും ട്രക്ക് റോഡാണ്. അപ്പോൾ കൂടുതൽ ട്രക്കുകളൊക്കെ ഓടി റോഡിന്റെയും ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇരുട്ട് വഴിയിലൂടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റുള്ള ഭാഗമൊക്കെ കിട്ടി. രണ്ട് സൈഡിലും അത്യാവശ്യം ലൈറ്റുള്ള കുറച്ച് ഏരിയയും കൂടെ നമ്മൾ കണ്ടു. അവിടെയും കുറച്ച് ബിൽഡിങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൽവ ബോർഡറിൽ നിന്നും നമ്മൾ സൗദിയുടെ തന്നെ മറ്റൊരു ബോർഡറായ അൽബത്ത ബോർഡറിലേക്കാണ്.
നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് വേണം നമുക്ക് UAE പോകാനായിട്ട്. അപ്പൊ അൽബത്ത ബോർഡറിലേക്കുള്ള വഴിയാണ്. ഏകദേശം 138 കിലോമീറ്റർ ആണ് അവിടേക്കുള്ള ദൂരം. ഒരു 1-1.5 മണിക്കൂർ നമുക്ക് ടൈം എടുക്കും ഇവിടെ നിന്നും ഈ രണ്ട് ബോർഡറുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് ഭാഗം ലൈറ്റ് കാണുന്നുണ്ട്. ചില ഭാഗത്ത് നമുക്ക് ലൈറ്റ് വളരെ കുറവാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇപ്പൊ ഇത് ഈ എത്തിയിരിക്കുന്ന ഭാഗം അത്യാവശ്യം ലൈറ്റ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് ബിൽഡിങ്സും കുറച്ച് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ കുറച്ച് കടകളൊക്കെ അവിടെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ അൽബത്ത ബോർഡറിൽ നമ്മൾ എത്തി. ഇതാണ് അൽബത്ത ബോർഡർ. അപ്പൊ ഇവിടെയും നമുക്ക് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണിക്കണം. ഇവിടെയും അവരെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യണം. അങ്ങനെ സൗദിയുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൗദി രാജാവിന്റെ ഫോട്ടോസ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ഒരു ബോർഡറിൽ കൂടെ തന്നെ പോവാണ്. ഇത് അൽബത്ത ബോർഡർ ആണ് സൗദിയുടെ. അപ്പൊ ഇവിടെ നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ്. നമ്മളുടെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അൽബത്ത ബോർഡറിൽ നിന്നും ഈ ഒരു വഴിയിലൂടെ എക്സിറ്റ് ആവാണ്. ഇനി നമ്മൾ പോകുന്നത് UAE-യിലേക്കാണ്. ഇവിടെ അൽബത്ത പോർട്ടിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ഡ്രൈവ് സേഫ്ലി. അങ്ങനെ നമ്മൾ ഈ ഒരു പോർട്ടിനോട് വിട പറഞ്ഞിട്ട് നമ്മുടെ സൗദി അറേബ്യയോട് വിട പറഞ്ഞ് നമ്മൾ UAE-യിലേക്ക് പോവാണ്. ഇതപ്പോ UAE-യിലേക്കുള്ള വഴിയാണ്. ഇവിടെ രണ്ട് രാജ്യത്തിന്റെയും കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെൽക്കം ടു UAE എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ UAE ബോർഡറായ അൽസില ബോർഡറിലേക്കാണ് ഇപ്പൊ ചെല്ലുന്നത്. അൽ ഗുവൈഫാത്ത് എന്നും ഈ ഒരു ബോർഡറിനെ വിളിക്കട്ടോ. ഇത് ഏകദേശം അൽബത്തയിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ദൂരമാണ് അൽസില ബോർഡറിലേക്കുള്ളത്. ഒരു 38 മിനിറ്റ് നമുക്ക് എടുക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ബോർഡറിലേക്ക് പോവാണ്. അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ ചെയ്യണം അവിടെ ചെന്നിട്ട്. അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇമിഗ്രേഷൻ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഫിംഗറും കാര്യങ്ങളും പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇതെല്ലാം അവിടെ ഉണ്ട്. UAE വിസ 2 മാസത്തേക്ക് 261 ഖത്തർ റിയാലാണ് വരുന്നത്. അവിടെ ഇൻഷുറൻസ് ഇല്ല. എന്നാൽ കാർ ഇൻഷുറൻസ് ആയിട്ട് 138 ഖത്തർ റിയാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ UAE-യുടെ ആകാശം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. നല്ല മഴമേഘങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. UAE-യുടെ കൊടിയൊക്കെ അവിടെ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഏകദേശം നേരം വെളുത്ത സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ നല്ലൊരു മഴക്കാറും ഒക്കെ ഉള്ളൊരു ടൈമാണ്. അത്യാവശ്യം പൊടിക്കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ട്രക്കുകളൊക്കെ ധാരാളം വരുന്ന ഒരു വഴി തന്നെയാണ് ഈ ഒരു ബോർഡർ എന്ന് പറയുമ്പോൾ. അതിന്റെ ഒരു തിരക്കൊക്കെ അവിടെ കണ്ടു. പിന്നെ നല്ല പൊടി പിടിച്ച ഒരു സമയത്താണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ. പൊടിക്കാറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. റോഡിന്റെ സൈഡിലൊക്കെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. മണ്ണ് തന്നെയാണ് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത്. കണ്ടോ, നല്ല മണ്ണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒപ്പം പൊടിക്കാറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ പൊടി റോഡിലേക്ക് നന്നായിട്ട് വീശി വീശി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വെൽക്കം ടു UAE ഒക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ധാരാളം ട്രക്കുകൾ പോകുന്നുണ്ട്. അതിന്റെ ഒരു പൊടിക്കാറ്റ് കൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതാണ് സൈഡിലുള്ള കാഴ്ച. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ രാവിലെ. ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടിയുടെ അകത്തുണ്ട്. അതും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയപ്പോൾ. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. റോഡിലേക്കൊക്കെ മണ്ണ് നന്നായിട്ട് വരുന്നുണ്ട്. ഈ കാറ്റ് നല്ല പൊടിക്കാറ്റായിരുന്നു. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് മുന്നോട്ട് പോയി. ഇച്ചാൻ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് UAE-യിലെ അബുദാബിയിലേക്കാണ് കേട്ടോ. അപ്പൊ അബുദാബി സിറ്റിയെ ലക്ഷ്യാക്കിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇവിടെ വരുന്ന സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് കാറിന് 160 കിലോമീറ്റർ സ്പീഡും ട്രക്കിന് 80 കിലോമീറ്റർ സ്പീഡുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ സൈഡിൽ ഇതുപോലെ നമ്മളെ മണ്ണ് തന്നെ നമുക്ക് കാണുന്നുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും പൊടിക്കാറ്റ് വന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മൂടിയൊരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൂടിയ പൊടിക്കാറ്റിനുള്ളിൽ കൂടെ ഞങ്ങൾ കുറച്ചു നേരം യാത്ര ചെയ്തു. അങ്ങനെ പൊടിക്കാറ്റൊക്കെ കണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് രണ്ട് സൈഡിലും മുന്നിലും ഒന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ കാറ്റിലൂടെയൊക്കെ പോയി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു കാഴ്ച ഈ കാണുന്നതാണ്. സൈഡിലൊക്കെ കാറ്റാടിപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. UAE ബോർഡറിലേക്ക് നമ്മൾ UAE-യിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ കാറ്റാടിപ്പാടം കണ്ടു. അത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കണ്ടു. അത്യാവശ്യം കറണ്ടിന്റെ കുറെ പോസ്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുറ്റിച്ചെടികളൊക്കെ നമുക്ക് റോഡിന്റെ രണ്ട് സൈഡിലും കാണുന്നുണ്ട് കേട്ടോ. മണ്ണില് കുഞ്ഞു കുഞ്ഞു പുല്ല് ചെടികളൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റൊരു കാഴ്ച കണ്ടത് ഈ രണ്ട് സൈഡിലും വരുന്ന മണ്ണുകളിൽ പലതരം കളർ ചേഞ്ചുകൾ കണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു റെഡിഷ് ആയിട്ടുള്ളൊരു മണ്ണാണ് നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നത്. പല ഏരിയയിലും പലതരത്തിലുള്ള കളറുകൾ നമുക്ക് മണ്ണിന് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ റെഡ് കളർ കണ്ടു. അതുപോലെ നമ്മൾ പല ഭാഗത്തേക്ക് പോകുമ്പോൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇതാണ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് സൈഡിലൊന്ന് വ്യൂ ഒക്കെ നോക്കി. ഇതെന്താന്ന് മനസ്സിലായോ? ഇതെല്ലാം ഉപ്പ് ഉണ്ടായി കിടക്കുകയാണ് വൈറ്റ് കളറിൽ. നമുക്ക് ഈ രണ്ട് സൈഡിലും അങ്ങനെ കാണുന്നുണ്ടായിരുന്നു, മണ്ണിലൊക്കെ നിറയെ ഉപ്പുണ്ടായി കിടക്കുന്നത്. കാരണം അവിടുത്തെ കടൽ അടുത്തായിരുന്നുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു അംശം വന്നിട്ട് അങ്ങനെ ഉപ്പ് ആയി കിടക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ. വെള്ളമൊക്കെ ഉണങ്ങിപ്പോയി ഉപ്പായി കിടക്കുന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ റോഡ് നോക്കിക്കേ, നല്ല ബിസിയാണ്. നല്ല വലിയ വലിയ ട്രക്കുകളാണ് ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് എല്ലാ വണ്ടികളും പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ ചുറ്റുമുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടു. ഇതൊക്കെ നല്ല സ്പീഡിലാണ് എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കണ്ടു, ഇവിടെ കണ്ടോ, പല കളറുകൾ നമുക്ക് ഇവിടെ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളർ ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചകലെ ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ പല കളറിൽ തന്നെ നമുക്ക് മണ്ണിന്റെ കളറുകൾ പല വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയായിരുന്നു ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ. അങ്ങനെ അവിടുത്തെ ഒരു റോഡിലെ കാഴ്ചകളും ഒക്കെ കണ്ട് നിൽക്കുകയാണ്. ദേ ഇവിടെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഖത്തർ മുതൽ യു എയിലേക്ക് പ്രവേശിക്കുന്ന വരെയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മളത് യു എയിലൂടെയുള്ള യാത്രകളെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ.